ാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. 4 അലോയ്ക്ക് ഏകദേശം ഒരു 50,000 രൂപയാവും. ഗൈസ്, ഗുഡ് ഈവനിങ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ, നമ്മൾ കാറിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ജസ്റ്റ് വേറെ ഒന്നുമില്ല, കാർ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലുക്കാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചെറുതായിട്ടൊരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അപ്പോൾ നിങ്ങളെയും കൂടെ ഒപ്പീനിയൻ നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചു. കാരണം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി എങ്ങനെ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് അതൊക്കെ നമുക്കൊന്ന് സെർച്ച് ചെയ്തിട്ട് ഏതൊക്കെ അലോയ് സൈസും അല്ല ടയർ സൈസും അല്ലാതെ ചെറിയ ബോഡി വ്യത്യാസം എന്തൊക്കെ വരുത്തി കഴിഞ്ഞാൽ മരക ലുക്കാവും നമുക്ക് നോക്കാം. എന്തായാലും കാർ ഇത് അവിടെ സെറ്റായിട്ട് സ്റ്റോക്ക് ലുക്കി കിടപ്പുണ്ട്. ഏകദേശം 4-4.5 വർഷമായി. അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് പവറാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷനായിട്ട് ചിന്തിക്കുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം. ഇതാ കാർ ഷെഡിൽ കിടപ്പുണ്ട്. ഇതാ അത്യാവശ്യം ചെളിയൊക്കെ ആയിട്ടാണല്ലോ കിടക്കുന്നത്. കണ്ടോ, വെള്ളമൊക്കെ വീഴുന്ന് പൊടിയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാറിൽ എങ്ങനെയൊക്കെയാണ് ഈ കാറിൽ എന്ന് വെച്ചാൽ നമ്മൾ എക്കോ സ്പോട്ടിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലുക്കാവും. ഞാൻ കുറച്ച് ഇൻസ്റ്റയിലൊക്കെ കുറച്ച് പോസ്റ്റൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലുക്കാവും, കുറച്ചുകൂടെ മാരക ബീസ്റ്റ് ലുക്കാവും. അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യാനുള്ള ചെറിയ പ്ലാനുണ്ട്. അധികം എക്സ്പെൻസ് പൊട്ടെന്ന് വെച്ചാൽ കുറേ ക്യാഷ് പൊട്ടാതെ കുറച്ച് പൈസയ്ക്ക് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതും നോക്കും. കാരണം വെറുതെ എന്തിനാണ് ഒരുപാട് പൈസ മുടക്കണം. അതുകൊണ്ട് കുറച്ച് പൈസയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കും. അപ്പോൾ കാർ എടുത്ത് നമുക്ക് പുറത്തിട്ടിട്ട്, ഇൻറ്റീരിയർ അല്ല എക്സ്റ്റീരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ നോക്കണേ, പുറത്തിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഗൈസ്, ഇൻറ്റീരിയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് പൈസയാവും. അതിനേക്കാൾ നമുക്ക് എക്സ്റ്റീരിയറിൽ ജസ്റ്റ് ലൈറ്റും അല്ലാതെ കുറച്ച് ടയർ സൈസും അലോയോ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ലുക്കായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ട് പുറത്തിടാം. എക്സ്റ്റീരിയൽ അങ്ങനെ ചെയ്യാനായിട്ടൊന്നുമില്ല, അത്യാവശ്യം കൊള്ളാവുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ ലെഗ് സ്പേസ് കുറവാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ടിൻ്റ് ഒട്ടിക്കേണ്ട കാര്യം ചിന്തിക്കാം. ബ്ലാക്ക് ഒട്ടിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് കളറ് കുറച്ച് ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഒട്ടിച്ചാലും സീനില്ല എന്ന് തോന്നുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്നും നമുക്ക് സെറ്റാക്കാം. ഇരുട്ടായിട്ടാണ് ചെറിയൊരു പിരിപിരിപ്പുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ബാക്കിലോട്ടിടാം. ഓക്കെ, വണ്ടി എടുത്ത് ബാക്കിലോട്ടിടാം. നമുക്ക് നല്ല സ്പോട്ട് നോക്കിയിട്ട് ഒരു ഫ്രെയിം നോക്കിയിടാം. അപ്പോൾ നമുക്കൊരു തംബ്നെയിലും എടുക്കാമല്ലോ. അതാണ് പരിപാടി. നമുക്കിപ്പോൾ തിരിച്ചിട്ട് എങ്ങനെ ഇടും, എങ്ങനെ ഇട്ട് നോക്കാം. നമുക്ക് വെയിറ്റ്, ഒരു നൈസ് ലുക്കിലെടുത്തിടാം. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കൊക്കെ അന്ന് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി പവർ വ്യത്യാസം വരുമെന്ന് പറഞ്ഞാണ് അന്ന് എടുക്കാത്തത്. സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കും വേറെ രീതിയാണ്. നമുക്ക് ഇനിയൊക്കെ എടുക്കുന്ന കാറിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക് BMW എടുക്കാം. നമുക്ക് അത് പ്ലാനുണ്ട്. നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഡൽഹിയിൽ പോയിട്ട് ഒരു BM എടുത്ത് ഇറക്കാം. അതൊക്കെ പതിയെ വരും. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് സെറ്റാക്കാൻ നോക്കാം. എന്നുവെച്ചാൽ MVD പിടിക്കാത്ത കണക്കിനുള്ള മോഡിഫിക്കേഷൻ നമുക്ക് സെറ്റാക്കാൻ നോക്കാം. എന്നുവെച്ചാൽ ഓവറായിട്ടുള്ളതല്ല, അത്യാവശ്യം കാണാൻ ലുക്കും വേണം, എന്നാൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ലുക്കിലാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് കൊണ്ടിടുകയാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഒക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പതിയെ പുറത്തിറങ്ങാം. കീ എവിടെ? കീ എൻ്റെ പോക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറിയതുള്ളൂ ചൂട് കണ്ടോ. അപ്പോൾ വണ്ടി എടുത്ത് പുറത്തിട്ട്, സത്യം പറഞ്ഞാൽ തിരിച്ചിടുന്ന ആംഗിളാണ് നൈസാണെന്ന് തോന്നും. കണ്ടോ, ലുക്കല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 അലോയി ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ടയറും തീർന്നിട്ടില്ല. നമ്മൾ ടയർ കുറച്ചുകൂടെ ബൾക്കായിട്ടുള്ള ടയർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ബലൂൺ ടയറോ അങ്ങനെ എന്താ പറയുന്നതാണ്. അതിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പുറത്തോട്ട് വരും. ഇതെന്തായാലും ഇത്രയും അകത്താണ് ഇരിക്കുന്നത്, ഏകദേശം ഇത്രയും സംഭവം അകത്താണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇത്ര ആയാലും വലിയ സീനില്ലെന്ന് തോന്നുന്നു. മറ്റേ സംഭവം ഇട്ട് തള്ളിക്കഴിഞ്ഞാലും സ്പേസറോ അങ്ങനെ എന്തുകൊണ്ട് തള്ളിക്കഴിഞ്ഞാലും ഓക്കെ ആയിരിക്കും. 20 ഇഞ്ചിൻ്റെ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു. 20 ഇഞ്ചല്ല, 22 സെൻറ്റിമീറ്റർ എന്തോ സംഭവം കിട്ടുമെന്ന് തോന്നുന്നു. അപ്പം കുറച്ചുകൂടെ വണ്ണമുള്ള ടയറും നല്ലൊരു നൈസ് അലോയി ഇട്ട് കഴിഞ്ഞാൽ തന്നെ കാണാൻ മരക ലുക്കാവും. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ 3 ലൈറ്റ് വരും. ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. 3 ലൈറ്റ് ഇങ്ങനെ വരും. അത് നൈസ് ലുക്കാണ്. മേളിലും ഇങ്ങനത്തെ ഒരു ലൈറ്റ് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അത് വയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഒരു അത്യാവശ്യം ലുക്കുള്ള ആവാൻ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ DRLൊക്കെ നൈസ് ലുക്കാണ്. വേണമെങ്കിൽ നമുക്ക് താഴെ എന്തെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടുത്തെ പാർട്സില്ലേ, ഇതിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മരക ലുക്ക് വരും. എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്കേർട്ടിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ബമ്പർ മാറ്റിയിട്ട് നമുക്ക് ഫോർഡ് റാപ്റ്ററിൻ്റെ ബമ്പർ സൂട്ടാവുമെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് നോക്കാം. അത് എത്ര രൂപയോ, ഒരു 1 ലക്ഷത്തിനകത്തൊക്കെ ആണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. റാപ്റ്റർ പോലത്തെ അല്ലെങ്കിൽ എൻഡവർ പോലത്തെയൊക്കെ വണ്ടിയില്ലേ, അതിൻ്റെയൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ സൈഡിൽ നോക്കുമ്പോൾ ഒരു ഹാരിയർ റേഞ്ച് റോവറിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വണ്ടിയുടെ ലുക്കില്ലേ. അല്ല, വെറുതെ പറഞ്ഞതാ, വേറെ ഒന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് പൊക്കാം. മറ്റേ എന്തോ സംഭവമുണ്ട് ഇപ്പോൾ, അതിട്ട് വേണമെങ്കിൽ ഇതൊന്ന് പൊക്കിയാൽ കുറച്ചുകൂടെ ഹൈറ്റ് കയറും. ഇത്രയൊക്കെ കയറുമെന്നോ, എന്നാൽ വണ്ടി കുറച്ചുകൂടെ കാണാൻ ലുക്കായിരിക്കും. വേറെ വേണമെങ്കിൽ
ഇതിനൊക്കെ കളർ അടിച്ചു കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ റെഡോ യെല്ലോയോ എന്തെങ്കിലും ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് അടിച്ചാൽ ജയിച്ചായിരിക്കും. അപ്പോൾ അതും നോക്കാം. അപ്പം പ്ലാനിങ് ഉള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ മറ്റേ കാർബൺ ഫൈബറിൻ്റെ ഡിപ്പ് ചെയ്യാം. ഈ ഒരു പാർട്സ് മാത്രം ഡിപ്പ് ചെയ്യാം. വേറെ ഹാൻഡ് പിടിയിലൊന്നും കൈപിടിയിലൊന്നും ചെയ്യേണ്ട ഇതില്ല. ടിൻറ്റ് ഒട്ടിക്കണമെങ്കിൽ ടിൻറ്റ് ഡാർക്ക് ടിൻറ്റ് വല്ലതും ഒട്ടിക്കാം, എന്നാലും നൈസാവും. ടയറ് ബാക്കിൽ എന്ത് ചെയ്യുക, ബാക്കിൽ സ്പോയിലറൊന്നും വയ്ക്കാൻ പറ്റില്ല. വേണമെങ്കിൽ താഴെ എന്തെങ്കിലും ബമ്പറിൽ താഴത്തെ ഇതിലെന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാനേ പറ്റൂ. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല ഡാർക്ക് ഇതടിക്കാം. ഇവിടെയൊന്നും വലിയ സീനില്ലായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ ഡാർക്ക് ഒറ്റ കളറിൽ അടിച്ചു കൊടുക്കാം. അത്രയും ലൈറ്റിൽ ആണെങ്കിൽ ജസ്റ്റ് ഒരു കൂളിങ്ങും അടിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മോഡിഫിക്കേഷൻ്റെ ഒരു ഇതിൽ വരുന്നത്. എന്ന് വെച്ചാൽ അത്രയാണ് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെയും മറ്റേ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്യുക അത് ഊരിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു മുകളിലൊരു ബോക്സ് വയ്ക്കുമല്ലോ, ലഗേജ് ബോക്സ് പോലെ, അത് നമുക്ക് കൊള്ളാം. ഇതിന് ചേരുമെന്ന് അറിയില്ല, എന്നാൽ ഓവർ ചിലപ്പോൾ ഇങ്ങനെ പൊക്കമുള്ള വണ്ടി പോലെ തോന്നും. അത് വേണ്ട, നമുക്ക് അല്ലെങ്കിൽ നോക്കാം, എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്യാൻ എനിക്ക് തോന്നുന്നു 4 അലോയ്ക്ക് ഏകദേശം ഒരു 50,000 രൂപയാവും. പിന്നെ ടയർ മാറാനും 50,000 രൂപ. ഫ്രണ്ട് ബമ്പർ എത്രയെന്ന് കറക്റ്റ് അറിയില്ല, അത് പ്രൈസ് പറയാനില്ല. പിന്നെ ലൈറ്റിന് എനിക്ക് തോന്നുന്നു അതൊരു 5,000-നകത്ത് ലൈറ്റ് ആവും. ഡിപ്പ് ചെയ്യാൻ ഒരു 2,000-3,000 രൂപയ്ക്ക് ഇത് ഡിപ്പ് ആവും. അത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാം കൂടെ ഒരു 1,20,000 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മളുടെ എക്കോ സ്പോട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച പ്ലാൻ. അപ്പോൾ നിങ്ങളും കൂടെ കമൻറ്റ് ഇതിൽ എന്തൊക്കെ ചെയ്താൽ കൊള്ളായിരിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് ലുക്ക്. ചിലപ്പോൾ പെട്ടെന്ന് മാറ്റം വരുത്താം, ചിലപ്പോൾ മാറ്റം വരുത്താതിരിക്കാം. പക്ഷേ സ്റ്റോക്ക് ലുക്ക് വേറൊരു രീതിയാണ്. എന്നാലും ഡാർക്കാക്കി കഴിഞ്ഞാൽ നൈസായിരിക്കും. ഇവിടെയൊക്കെ ഡാർക്കാക്കി അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ എന്തായാലും കമ്പ്യൂട്ടർ ഇട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കാം. അപ്പം എന്തെങ്കിലും കൊള്ളാമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ഇതേ സെയിം കളറിലോട്ടാക്കാം. ഇത് രണ്ട് കളറിൽ അങ്ങനെ ആക്കാം. പിന്നെ ഇതൊക്കെ ബ്ലാക്കാണ് ഓൾറെഡി. പിന്നെ എന്താ വേറെ ഒന്നും ഇല്ല. വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു സ്കേർട്ട് പോലത്തെ കുറച്ചുകൂടെ ഇറക്കാനോ അല്ല ഈ പൊക്കത്തിൽ വെച്ചിട്ട് ഒരു ഓഫ് റോഡ് ലുക്കൊക്കെ ആക്കാനും പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ചെറിയ പ്ലാനുണ്ട്. ഇപ്പോൾ എന്തായാലും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അലോയ്സും ടയറും പിന്നെ അല്ലാതെ കുറച്ച് ലൈറ്റിൻ്റെ സെറ്റപ്പും ഇത് 2 ഡിപ്പ് ചെയ്യണത്, പിന്നെ അല്ലാതെ കുറച്ച് നമ്മളെ ഗ്ലാസിൻ്റെ പരിപാടിയാണെന്ന് വെച്ചാൽ ടിൻറ്റൊട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കുറച്ച് പരിപാടി. ഇൻറ്റീരിയറിൽ ഒരു പ്രശ്നവും ചെയ്യണില്ല, ഇൻറ്റീരിയറിലൊന്നും ചെയ്യാൻ നിൽക്കണില്ല. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ബ്ലാക്കോ റെഡോ യെല്ലോയോ ബ്ലൂ ഏത് കളറാണോ കൊടുക്കാം. നല്ല പെയിൻറ്റും നല്ല സെറ്റും ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പോവാതിരിക്കും. അപ്പോൾ അതാണ് നമ്മളെ പ്ലാനിങ്. വണ്ടി ലുക്കല്ലേ കാണാനാണ്. വാവ്. പിന്നെ തമിഴിൽ ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ലുക്കായിരിക്കും ഇടുന്നത്. അത് കണ്ട് നിങ്ങളാരും പേടിക്കരുത്. ആ ഒരു ലുക്കിലോട്ട് എത്തിക്കാൻ നോക്കാം. പിന്നെ നമ്മളെ എംബ്ലം കുറച്ച് ബോറാണ്. ഫോർഡെന്ന് പറഞ്ഞ വലിയൊരു എഴുത്താണ്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഫോർഡ് നോക്കാം, പക്ഷേ സീനല്ലേ കാണാൻ, അറിയില്ല. നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ലൈറ്റിൻ്റെ ഇതൊക്കെ ഞാൻ സൈഡിൽ ഫോട്ടോ എടുത്തിരിക്കുക, ഏത് ലൈറ്റാണ് എന്താണെന്ന്. ഫ്രണ്ട് ഹെഡ്ലൈറ്റൊക്കെ നൈസ് ലുക്കാണ് ഇപ്പോഴേ. നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ടിൻറ്റൊട്ടിക്കുന്ന കാര്യം അകത്ത് കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ഓൾറെഡി വണ്ടി ഇറക്കിയപ്പോഴേ സീറ്റ് കവറൊക്കെ ബ്ലാക്ക് ആക്കിയാണ്. ഓൾറെഡി ഇതിൻ്റെ കളർ ഇതല്ല. അത് കാണണമെങ്കിൽ ഇത് ഊരേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കളറാണ്, നൈസ് കളറാണ്. പക്ഷേ ഇതിൽ വെള്ളയും കൂടെ കയറി വരും. അതുകൊണ്ടാണ് അത് വൃത്തികേടാണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടത്. പക്ഷേ ഇതും കൊള്ളാം, ഉണ്ട്, അടിപൊളിയല്ലേ. ഫുൾ ബ്ലാക്ക് വണ്ടി, ബ്ലാക്ക് സീറ്റ്, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഒരു കളർ സ്കീം. മേളിലൊക്കെ ഈ ഒരു കളറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടിൻറ്റൊട്ടിക്കണ്ട. ഇവിടെയൊക്കെ ഡാർക്ക്, അത്ര ഡാർക്ക് വേണ്ട, അല്ലാത്ത ടിൻറ്റൊട്ടിച്ചാൽ നൈസ് ലുക്കായിരിക്കും. വണ്ടി കുറച്ചുകൂടെ സെറ്റായിട്ടിരിക്കും. അപ്പോൾ അത് പ്ലാനിലുണ്ട്. സീനുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ലിവർ, ഇതിൽ ഈ ഷീറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ ഷീറ്റ് വരുന്ന ഒരു ഇത് വരുന്നില്ലേ, അല്ലാതെ ഇതിങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട് ഒരു കുഞ്ഞു സാധനം ഇരിക്കില്ലേ, എന്ന് വെച്ചാൽ നമ്മളെ BM-ൻ്റെ അത്രയൊന്നുമല്ല, അല്ലാതെ കുറച്ചുകൂടെ സെറ്റപ്പായിട്ടുള്ള ലിവറൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്തോ ഇത് പാക്കിങ് ചെയ്ത് പറഞ്ഞ പോലെ സംഭവം ഉണ്ടെങ്കിൽ കൊള്ളായിരിക്കും. എന്ന് വെച്ചാൽ ടിക് 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 അങ്ങനത്തെ സാധനമില്ലേ, അതുണ്ടെങ്കിൽ കൊള്ളായിരിക്കും. പിന്നെ ഇതും എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ സാധനം. അപ്പോൾ അതൊക്കെ നമ്മൾ രണ്ടാമത്തെ പ്ലാനിലുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ടയറും അലോയ്സും പിന്നെ ലൈറ്റ്സും ഡിപ്പിങ്ങുമാണ്. അത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ സംഭവം കാലിബറിൻ്റെ ആ സംഭവത്തിലുള്ള പെയിൻറ്റിങ്ങുമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടച്ച് ചെയ്യാനൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്തായിരുന്നു, വലിയ ടച്ചിൻ്റെ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അതാ ഈ സംഭവം ഡാർക്ക് ആക്കാമെന്ന് വെച്ചാൽ അങ്ങനത്തെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് ക്യാഷ് സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യും, എന്താണ് സംഭവം നമുക്ക് നോക്കാമല്ലോ. അപ്പം അത് ലുക്കായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങളെ അഭിപ്രായം കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും സെറ്റപ്പ് എനിക്ക് അറിയാത്ത എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും അലോയ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഏത് ടൈപ്പ് അലോയാണ്, ഏതൊക്കെയാണ് ഇതിന് ചേരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അതും കൂടെ സെറ്റായി തന്നാൽ അപ്പോൾ എന്തായാലും വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഈ സംഭവത്തിൽ ഈ പച്ചയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അത് ഈ നൈട്രജനാണെന്ന് അറിയാൻ വേണ്ടി ഇട്ടതാണ്, പക്ഷെ അതൊന്നും ഇടുന്ന എനിക്കിഷ്ടമല്ല. അതിപ്പം അതൊക്കെ ചെറിയ അറിയണം, അതൊക്കെ നമുക്ക് മാറ്റാം.
അപ്പോൾ ഇവിടുത്തെ സ്കേർട്ടിൻ്റെ കാര്യം അറിയില്ല, ഒന്നല്ല ഈ ഹൈറ്റ് കൂട്ടേണ്ട എന്തെങ്കിലും നോക്കുമ്പോൾ ഈ ഇപ്പോഴേ ഗ്രൗണ്ട് ക്ലിയറൻസ് അടിപൊളിയാണ്, ഇത്രയും ഉണ്ട്. കുറച്ചുകൂടെ കൂട്ടിയ വണ്ടി കാണാൻ, ഇങ്ങനത്തെ വണ്ടി കാണാൻ കുറച്ചുകൂടെ ലുക്കായിരിക്കും എന്നാണ് തോന്നുന്നു, അറിയില്ല. ഈ ടയറൊക്കെ കുറച്ചുകൂടെ പുറത്ത് വരുമ്പോൾ തന്നെ മാരക ലുക്ക്. ഇപ്പോൾ ഏകദേശം വണ്ടിയിൽ നിന്ന് അകത്താണ് കേട്ടോ, വണ്ടിയിൽ നിന്നും അകത്താണ് ടയർ ഇരിക്കുന്നത്. അല്ലാതെ ഇത്രയും വരുമ്പോൾ തന്നെ ഈസി ലുക്കാവും. ഇത്രയും വന്നൊന്നും സീൻ കാണുമെന്ന് തോന്നുന്നില്ല. അപ്പം ഏകദേശം ഇത്രയും വരുമ്പോൾ തന്നെ ഇത്ര ഇഞ്ച് കൂടും. വണ്ടി ലുക്കാവും എന്നാൽ അത്രയും വന്നു. അപ്പം കുറച്ചുകൂടെ സൈസ് നീളം കൂടിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ മാര ലുക്കാവും. അല്ലെങ്കിൽ മറ്റേ സംഭവം സ്പേസർ ഇട്ടിട്ട് കുറച്ച് സെറ്റാക്കേണ്ടി വരും. അപ്പോൾ അലോയ് കാര്യങ്ങൾ എക്സ്ചേഞ്ച് അടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. നല്ല അലോയ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് അടിച്ചിട്ട് കിട്ടില്ല അലോയ് എടുത്തിടാം. അതൊക്കെയാണ് നമ്മൾ പ്ലാനിങ്. അപ്പോൾ എന്തായാലും ഡിപ്പ് ചെയ്യണ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഡിപ്പ് ചെയ്യാനൊക്കെ എല്ലാം കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ലൈറ്റിൻ്റെ കാര്യം ഞാൻ ഓൺലൈനിൽ സെറ്റാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ട് വേണം മാരക ലുക്കിൽ ഇറക്കാൻ. അപ്പോൾ എന്തായാലും ഈ ലുക്ക് നമ്മൾ ഉടനെ ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇങ്ങനത്തെ ചെറിയ പ്ലാനിലായിട്ട് നിങ്ങൾക്ക് കൂടെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മീശ എടുത്തോണ്ടൊന്നും വിചാരിക്കില്ല, ഇപ്പം അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം വണ്ടിക്കകത്ത് നമ്മളൊന്നും ചെയ്യില്ല, പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഏകദേശം 1 ലക്ഷം അടുപ്പിച്ചാണ് ബഡ്ജറ്റിൽ തോന്നുന്നത്. എന്തായാലും എത്രയാവും നോക്കിയിട്ട് സെറ്റാക്കണം. ഇപ്പോൾ എക്സ്ചേഞ്ച് അടിക്കാൻ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഈ ടൈപ്പ് അലോയ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് സെറ്റാക്കാം. വേറെ അലോയിലെ പ്രൈസൊക്കെ നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം. പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ ഓവറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ പിന്നെ ചെയ്യാം. അപ്പോൾ എക്സ്റ്റീരിയർ എന്തായാലും അത് സെറ്റാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണ് വീഡിയോ ചെയ്തത്. എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ടാറ്റാ.